ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊരു IT ടെക്നീഷ്യനും ഈസി ആയിട്ട് ഹാർഡ് ഡ്രൈവ് ക്ലോൺ ചെയ്യാൻ പറ്റിയ ഒരു ഡിവൈസിനെ പറ്റിയാണ്. അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. അതിനുശേഷം അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ഹാർഡ് ഡിസ്ക് ക്ലോൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ 2 സ്ലോട്ട് ഉണ്ട്. A സ്ലോട്ടെന്നും B സ്ലോട്ടെന്നും പറഞ്ഞിട്ട് 2 സ്ലോട്ട് ഉണ്ട്. ഡിവൈസ് കൂടാതെ ഇതിൻ്റെ കൂടെ ഒരു പവർ അഡാപ്റ്ററും അതുപോലെ തന്നെ ഒരു USB-യും അവൈലബിൾ ആണ്. USB എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് PC-യിലേക്ക് കണക്ട് ചെയ്ത് ഹാർഡ് ഡിസ്ക് റീഡ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇതിൻ്റെ വേറൊരു ഫംഗ്ഷനാണ് ഓഫ്ലൈൻ ക്ലോണിങ്. ഓഫ്ലൈൻ ക്ലോണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് PC-യോ മറ്റൊന്നും കണക്ട് ചെയ്യാണ്ട് തന്നെ ഒരു ഹാർഡ് ഡിസ്കിലെ ഡാറ്റ മറ്റു ഹാർഡ് ഡിസ്കിലേക്ക് ക്ലോൺ ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സെക്കൻഡ് ഹാർഡ് ഡിസ്ക്, അതായത് ഏതിലേക്കാണോ ക്ലോൺ ചെയ്യേണ്ടത് ആ ഹാർഡ് ഡ്രൈവ്, പ്രൈമറി ഹാർഡ് ഡ്രൈവിലും ഡാറ്റ സൈസ് കൂടിയതായിരിക്കണം, അതായത് സ്പേസ് കൂടിയതായിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്കത് ക്ലോൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ 2 സ്ലോട്ടുകളുണ്ട്. ഈ 3.5 ഇഞ്ച് 2 ഹാർഡ് ഡ്രൈവ് നമുക്ക് ഒരേ സമയം വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അതുകൂടാണ്ട് നമുക്ക് ഒരു 3.5ഉം 2.5ഉം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. ഇതിൽ A എന്ന് പറയുന്ന സ്ലോട്ടാണ് പ്രൈമറി സ്ലോട്ട്, അതായത് സോഴ്സ് സ്ലോട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഏതിൽ നിന്നാണോ നമ്മൾ ക്ലോൺ ചെയ്യുന്നത് ആ ക്ലോൺ ചെയ്യുന്ന പ്രൈമറി സ്ലോട്ട് A ആണ്. ബിയിലേക്കായിരിക്കും എപ്പോഴും ക്ലോണിങ് നടക്കുക. ഇവിടെ ഞാൻ എയിലും ബിയിലും ഉപയോഗിക്കാൻ പോണത് SSD ആണ്. ആ SSD കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഹാർഡ് ഡിസ്ക് ഇൻഡിക്കേറ്റർ വിസിബിൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഹാർഡ് ഡിസ്ക് ഡിറ്റക്റ്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഹാർഡ് ഡിസ്ക് ഇൻഡിക്കേറ്റർ നമ്മൾ വെരിഫൈ ചെയ്യാം. ഇനി ക്ലോൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം കാണുന്ന ക്ലോണിംഗ് ബട്ടണിൽ ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 10 സെക്കൻഡിനുള്ളിൽ നമുക്ക് സിംഗിൾ പ്രസ് കൊടുത്താൽ മാത്രം മതി അത് ക്ലോണിങ് സ്റ്റാർട്ട് ആവാൻ. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ക്ലോണിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കിവിടെ 25, 50, 75, 100 അങ്ങനെ 4 തരം ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഈ 4 ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലോണിങ്ങിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 4 ലൈറ്റും ക്ലോണിങ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇവിടെ ഞാൻ ക്ലോണിങ് ബട്ടൺ 3 സെക്കൻഡ്സ് പ്രസ് ചെയ്തു. അതിനുശേഷം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഞാൻ ക്ലോണിങ് ബട്ടൺ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോണിങ് ഇനീഷ്യേറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ 10 സെക്കൻഡിനുള്ളിൽ തന്നെ ക്ലോണിംഗ് ബട്ടൺ ഒന്നും കൂടിയും പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് രണ്ടാമത് നമ്മൾ ക്ലോണിംഗ് ബട്ടൺ പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്രസ് മാത്രം കൊടുത്താൽ മതി, ക്ലോണിംഗ് സ്റ്റാർട്ട് ആവും. ഇവിടെ ക്ലോണിംഗ് സ്റ്റാർട്ട് ആയത് നമുക്ക് കാണാൻ പറ്റും. 25% ആണ് ഫസ്റ്റ് ബ്ലിങ്ക് ചെയ്യുന്നത്. അതിനുശേഷം അത് മൂവ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. ഞാനിവിടെ ഫാസ്റ്റ് ഫോർവേഡിംഗ് ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മാക്സിമം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു 250 GB ഹാർഡ് ഡ്രൈവ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് പവർ ഓഫ് ചെയ്ത് നമുക്ക് ഡിവൈസ് ഊരി നമുക്ക് മാറ്റിയിട്ടാൽ മാത്രം മതി, അതിൻ്റെ ക്ലോണിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇതൊരു ഹാർഡ് ഡ്രൈവ് ഡോക്കിംഗ് സ്റ്റേഷൻ ആണ്. അതുകൂടാണ്ട് ഇതിൻ്റെ വേറൊരു ഫീച്ചറാണ് ഹാർഡ് ഡിസ്ക് ക്ലോണിങ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.